1999 നടത്തിയിട്ടുള്ള ഒരു പഠനം ഒരുപാട് ആളുകളെ ലൈഫിൽ വലിയ മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. ആ പഠനത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണമാണ് ഇന്നത്തെ ഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പഠനം എങ്ങനെയാണ്? 1999 കുറച്ച് ആളുകൾ ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് അവരെ പറഞ്ഞേക്കാണ്. അവർ ആ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന സമയത്ത് ആ ഗ്രൗണ്ടിലേക്ക് ഒരാൾ എന്ത് ചെയ്യാണ്, ഒരു ഗൊറില്ലയുടെ വേഷം ധരിച്ചുകൊണ്ട് അതിൻ്റെ ഇടയിലൂടെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. എന്നാൽ ആ കളിച്ചിരിക്കുന്ന വ്യക്തികളിൽ മെജോറിറ്റി ആളുകളും എന്ത് ചെയ്തിട്ടില്ല, ഈ ഗൊറില്ലയുടെ വേഷം കെട്ടിയിട്ടുള്ള ആൾ അതിലെ പോകുന്നത് കണ്ടിട്ടില്ല. അവരെന്ത് ചെയ്തിട്ടില്ല, പേടിക്കേ അതിൽ ഫോക്കസ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നിട്ടുള്ളത് എന്നാണ് പിന്നീട് പഠനം നടത്തിയത്. ഈ സമയത്ത് മനസ്സിലാക്കിയത് നമ്മളെ ബ്രെയിന് നമ്മളെ ചുറ്റുഭാഗത്തുള്ള ഏകദേശം 90% കാര്യങ്ങളും നമ്മളെ പെർമിഷൻ ഇല്ലാതെ ഡിലീറ്റ് ആക്കി കളയുന്നുണ്ട്, നമ്മളിൽ നിന്നും എടുത്തൊഴിവാക്കി കളയുന്നുണ്ട് എന്നുള്ളതാണ്. റൈറ്റ് നൗ, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളെ ചുറ്റുഭാഗത്തും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളൊരു റൂമിലാണെങ്കിൽ അവിടെ മേ ബി സൂര്യപ്രകാശം വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ലൈറ്റ് ഉണ്ടാവും, ഫാന് കറങ്ങുന്നുണ്ടാവും, പല പല ശബ്ദങ്ങളുണ്ടാവും. ഒന്ന് പോസ് ആക്കുകയാണെങ്കിൽ നിങ്ങളെ വീടിൻ്റെ പുറത്തു നിന്ന് ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. നിങ്ങളൊരു കാറിലോ അല്ലെങ്കിൽ മറ്റു ഓഫീസിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചുറ്റുഭാഗത്ത് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ചുറ്റുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കെ തന്നെ നിങ്ങൾ ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ചുറ്റുഭാഗത്തുള്ള 90%-ലേറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ഇതിന് പിന്നിൽ നടക്കുന്ന സയൻസ് എന്നുള്ളതും അതെങ്ങനെയാണ് നമ്മളെ ലൈഫിൽ നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളതും എങ്ങനെ നമുക്ക് അതിൽ നിന്നും എസ്കേപ്പ് ആവാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കാണാം എന്നുള്ളതും ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ മിസ് ഔട്ട് ചെയ്യാതെ കാണാം. വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഹായ് ഹലോ, ഐ എം ജുനൈസ്. ഐ എം ആൻ ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. നമ്മളെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ സ്പിരിച്വൽ, മെൻ്റൽ, ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെ ലൈഫിലെ ഈ 3 ഏരിയാസ് നിങ്ങൾക്ക് ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ചാനൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മളെ മനസ്സിലേക്ക്, നമ്മളെ ബ്രെയിനിലേക്ക് നമ്മൾ ഡാറ്റാസ്, ഓരോ കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മളെ 5 ഇന്ദ്രിയങ്ങളുടെയാണ്. കണ്ണ്, മൂക്ക്, നാവ്, അതുപോലെ തന്നെ ചെവി, നമ്മളെ ത്വക്ക്. ഇതിലൂടെ ഏകദേശം ഒരു സെക്കൻഡിൽ 11 മില്യൺ ബിറ്റ്സ് ഓഫ് ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മളെ മനസ്സിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മളെ കോൺഷ്യസ് മൈൻഡ് അതിൽ നിന്ന് വെറും 50 മുതൽ 100 ബിറ്റ്സ് ഓഫ് ഡാറ്റാസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അതിൽ നിന്നും പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ബാക്കി ചുറ്റുഭാഗത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന പലതും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ എൻ്റെ ടേബിളിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടുന്ന് ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ കോൺഷ്യസ്ലി ചെയ്യുന്ന സമയത്താണ് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, എനിക്ക് ആ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ലാപ്പിൽ തൊടുമ്പോൾ ചെറിയൊരു വാമായിട്ടുള്ള ചെറിയൊരു ചൂടുണ്ട്, അത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കാല് തറയിൽ വെച്ചിട്ടുണ്ട്, അവിടെ നിന്നുള്ള ഒരുപാട് സെൻസേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ മിസ് ഔട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ലൈഫിൽ നമ്മൾ മിസ് ഔട്ട് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതിന് പിന്നിലൊരു സയൻസാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും വലിയൊരു എമൗണ്ട് ഓഫ് ഡാറ്റ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും വളരെ അല്പം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് അതിനെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളിതിൽ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളെ ബ്രെയിനിൽ ഒരുപാട് ഓവർലോഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒരുപാട് ഡിലീറ്റ് ആക്കി കളയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മളിത് ഏത് ബേസിസിലാണ് ഈ കാര്യങ്ങൾ നമ്മളെ ഉള്ളിലേക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിലീറ്റ് ആക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളെ പാസ്റ്റിലുണ്ടായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ്, നമ്മളെ ബിലീഫ്, നമ്മളെ ഇമോഷൻസ്, അതിലുപരി നമ്മളെ ഫോക്കസ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ, ആ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നതിലേക്ക് ഫോക്കസ് ചെയ്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടില്ല, അതിനുള്ളിലൂടെ ഒരു ഭീകര ജീവിയുടെ രൂപം കെട്ടിയിട്ടുള്ള ഒരാൾ പോകുന്ന സമയത്ത് അവർ പേടിക്കുകയോ അല്ലെങ്കിൽ ആ വസ്തുവിലേക്ക് അവരെ ശ്രദ്ധ പോവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു. ഇത് തന്നെ നമ്മളെ ലൈഫിൽ നമ്മളെ കൂടെയുള്ള ആളുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. മേ ബി ഒരേ പ്ലേസിൽ ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്, അവരെ ബ്രെയിന് ചൂസ് ചെയ്യുന്നത് എന്താണ്, അവരെ പാസ്റ്റിലുള്ള എക്സ്പീരിയൻസും അവരെ ബിലീഫുകളും കാര്യങ്ങളും എല്ലാം കണക്ട് ചെയ്തിട്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി ഇതിന് നമ്മളെ റിയൽ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മളൊരാളായിട്ട് ആർഗ്യൂ ചെയ്യാമെന്ന് വിചാരിക്കുക. ഒരാളായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കച്ചറ ഉണ്ടാക്കുകയാണ്. ആ സമയത്ത് എൻ്റെ മൈൻഡിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും എന്തായിരിക്കും, അയാളുമായിട്ട് ആർഗ്യുമെൻറ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വന്നുകൊണ്ടേയിരിക്കുക.
അതുപോലെ ഞാൻ ഗ്രേറ്റ്ഫുൾ ആവുന്ന സമയത്ത് എൻ്റെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും, ഞാൻ ഗ്രേറ്റ്ഫുൾ ആവാൻ അഗെയിൻ ഞാൻ നന്ദി പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഒരാളോടൊരു ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുള്ളിലൊരു ബിലീഫ് ഉണ്ട്, നിങ്ങളുടെ ഫോക്കസ് എവിടേക്കാണ് പോകുന്നത്, എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നോട് സ്ഥിരമായിട്ട് എന്നെ വഴക്ക് പറയുന്ന ആളാണ്, അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുന്ന ആളാണെന്നുള്ളൊരു ബിലീഫ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് എൻ്റെ ഫോക്കസ് ആ കുറ്റപ്പെടുത്തുന്നതിലായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവർ പറയുന്നതിൽ മേ ബി നന്മ ഉണ്ടാവും, ആ നന്മയെല്ലാം ഞാൻ എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യാതെ ആ ഡിലീറ്റ് ആക്കുന്നതിൽ ഉൾപ്പെടുത്തിയിട്ട് എൻ്റെ ഫോക്കസ് പോകുന്നത് അവരെന്നെ കുറ്റം പറയുന്നതിൽ, അവരെന്നെ കളിയാക്കുന്നതിലേക്ക് എന്ത് ചെയ്യും, എൻ്റെ ഫോക്കസ് പോകുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ റിലേഷൻഷിപ്പ് ആവട്ടെ, ബിസിനസ്സിലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആവട്ടെ, നമ്മളെ കരിയറിലെ ഗ്രോത്ത് ആവട്ടെ, ഈവൻ നമ്മളെ ഹെൽത്തിൽ പോലും ഇതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളതാണ്. ഇറ്റ്സ് എ റിമൈൻഡർ, നിങ്ങളെ ലൈഫിൽ നിങ്ങളെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങളെ പരിഗണിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് നിങ്ങളെ ഫോക്കസ് അവരിലെ തിന്മയിലേക്ക് പോകുന്നത് കൊണ്ടു കൂടിയാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെ ഇതിൽ നിന്നും നമുക്കൊരു കംപാക്ക് എടുക്കാം, അതുപോലെ തന്നെ ഇതിനെ എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിലേക്ക് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് അവയർനെസ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റിയലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ മനസ്സിലാക്കുക, എൻ്റെ ചുറ്റുഭാഗത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്താണ്, എൻ്റെ ബ്രെയിന് എന്നിൽ നിന്നും ഡിലീറ്റ് ആക്കുന്നുണ്ട്. എനിക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റീസ്, എനിക്കുള്ള നന്മകൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഡിലീറ്റ് ആക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എൻ്റെ ഓൾഡ് ബിലീഫ്സും എൻ്റെ ഓൾഡ് പാറ്റേൺസും കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഡിലീറ്റ് ആക്കുന്നുണ്ട് എന്നുള്ളത്. രണ്ടാമതായിട്ട് നമ്മളെ മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ് ഡയമണ്ട് മൈൻഡ് എന്നുള്ളത്. 5 ഡേയ്സിൽ നിങ്ങളെ മൈൻഡ് സെറ്റ്, നിങ്ങളെ ചിന്താഗതി, നിങ്ങളെ തോട്ട് പാറ്റേൺ, ഇതുപോലത്തെ നെഗറ്റീവായിട്ടുള്ള ബിലീഫ്സിനെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വിത്ത് പ്രാക്ടിക്കൽ ടൂൾസോട് കൂടി നിങ്ങൾക്ക് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക്ഷോപ്പാണ് എന്ത്, ഡയമണ്ട് മൈൻഡ് എന്നുള്ളത്. അതിന് നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മളെ താഴെ കാണുന്ന ഈ നമ്പറിൽ കണക്ട് ചെയ്താൽ ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളെ ബിലീഫ്സ് അതിനെ നിങ്ങൾ പുതിയതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളെ പഴയ ഒരുപാട് കെട്ടിക്കിടക്കുന്ന ബിലീഫ്സ് ഉണ്ടാവും, അതിനെല്ലാം എടുത്തിട്ടൊന്ന് പോളിഷ് ചെയ്തിട്ട് ഇതൊക്കെ എനിക്ക് നീഡഡായിട്ടാണോ, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയുന്ന, ബാക്കിയുള്ള ആളുകൾ എന്നെ ഈ രീതിയിലേക്ക് കാണുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ബിലീഫ്സ് നമ്മളുള്ളിലുണ്ടാവും. ഇതൊക്കെ ഒന്ന് എടുത്തിട്ടൊന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതാണെങ്കിൽ എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡ് വർദ്ധിപ്പിക്കുക. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ലൈഫിൽ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് കാണാൻ പറ്റും. നമ്മളെ ലൈഫിൽ ഒന്നും കൂടി ഒരു ഫീൽ ഗുഡ് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അത് നമ്മളെ സഹായിക്കും. നമ്മളെ എനർജി, നമ്മളെ വൈബ്രേഷൻ എല്ലാം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് എന്ത്, നിങ്ങളെ ലൈഫ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഹറിബറി ആയിട്ട് ചെയ്യുന്നതിന് പകരം മൈൻഡ്ഫുൾനെസ്സോട് കൂടിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് അറിഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. റിമെമ്പർ, നിങ്ങൾ ഈ വേൾഡിനെ കാണുന്നത് ആ വേൾഡ് എങ്ങനെയാണോ അതിനനുസരിച്ചല്ല, നിങ്ങളെ ഉള്ളിലെ വേൾഡ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളെ പുറത്തെ വേൾഡിനെ കാണുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങളെ റിയാലിറ്റി നിങ്ങളെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള സംഭവമേ അല്ല. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. എനിത്തിങ്, നിങ്ങളെ റിലേഷൻഷിപ്പോ ഹെൽത്തോ വെൽത്തോ നിങ്ങളെ കരിയറിലെ സംഗതികളോ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ മൈൻഡ് സെറ്റിൽ നിങ്ങൾ ചേഞ്ച് കൊണ്ടുവരണം എന്നുള്ളതാണ്. നിങ്ങളെ ഫിൽട്ടർ ചെയ്യുന്നതിൽ, നിങ്ങളെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഫിൽട്ടർ ചെയ്യുന്നതിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ചേഞ്ച് കൊണ്ടുവരണം. നിങ്ങളെ ഫോക്കസിൽ മാറ്റം കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇനി ലൈഫിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാണ്, ഒന്നും വർക്ക് ചെയ്യുന്നില്ല, എൻ്റെ ലൈഫ് ആകെ താളം തെറ്റിയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പോസ്, ആസ്ക് യുവർ സെൽഫ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്, എന്ത് കാര്യമാണ് എൻ്റെ ഫോക്കസിനെ മാറ്റുന്നത്, എൻ്റെ റീ അലൈനിലേക്ക് എനിക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളെ സെൽഫിനോട് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഐ തിങ്ക് ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു വാല്യൂ നിങ്ങളെ ലൈഫിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്, നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെന്നുള്ളതും ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് ഒരു മെൻ്റൽ ഹെൽത്ത് റിഗാർഡിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.